നമസ്കാരം. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ വനിതകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം നടത്തിയത് ശതകോടികളുടെ തട്ടിപ്പ്. ചിലർക്ക് സ്കൂട്ടർ കിട്ടി. പലരിൽ നിന്നും തട്ടിച്ചെടുത്ത പണത്തിൽ നിന്നും എടുത്താണ് ഈ സ്കൂട്ടറുകൾ നൽകിയതെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂട്ടർ കിട്ടിയവരും പ്രതിസന്ധിയിലാകും. ഏത് പണം ഉപയോഗിച്ചാണ് ഈ സ്കൂട്ടറുകൾ വാങ്ങിയതെന്ന് പോലീസ് പരിശോധിക്കും. പണം നഷ്ടപ്പെട്ട പലരും അപമാനം ഭയന്ന് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് വാർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പണം നഷ്ടമായി. അംഗങ്ങളിൽ നിന്ന് 60,000 രൂപ വീതം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. അതായത് 60,000 രൂപ നൽകി സ്കൂട്ടർ വാങ്ങിയവർ അത് നഷ്ടമാകുമോ എന്ന ആശങ്കയിലുമാണ്. പാതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും മറ്റ് വാഗ്ദാനം ചെയ്ത് ശതകോടികൾ തട്ടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കേസിലെ മുഖ്യപ്രതി തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണൻ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയെന്നാണ് സംശയം. പോലീസ് കേസായതോടെ വിദേശത്തേക്ക് കടക്കാൻ പ്രതി ശ്രമിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതിയെ 5 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ. പ്രതിയും ബന്ധുക്കളും നടത്തിയ വസ്തു ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ്. കൂടാതെ കേസിൽ കൂടുതൽ പേർ പ്രതികളായേക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അനന്തകൃഷ്ണനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. ഇടുക്കി, തൊടുപുഴയിലാണ് പരാതിക്കാർ ഏറെയും. പ്രാഥമിക വിലയിരുത്തലിൽ തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് നിഗമനം. ഒരക്കൗണ്ടിൽ മാത്രം 400 കോടി എത്തി. ഇതിൽ സിംഹഭാഗവും വകമാറ്റിയെന്ന് സംശയിക്കുന്നു. അനന്ത് വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. പണം നൽകി 3 വർഷത്തോളമായിട്ടും ഇതുവരെ സ്കൂട്ടർ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതിന് തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആദ്യഘട്ടത്തിൽ പകുതി വിലയ്ക്ക് കുറേ പേർക്ക് സാധനങ്ങൾ നൽകിയത് കണ്ടാണ് കൂടുതൽ പേർ പണം നൽകിയത്. 3 വർഷം മുൻപ് 75,000 രൂപ നൽകിയവർക്ക് 1.5 ലക്ഷത്തോളം രൂപ വിലയുള്ള ബൈക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് 60,000 രൂപ നൽകിയവരുണ്ട്. ഇവർക്ക് ഇതുവരെ സ്കൂട്ടർ ലഭിച്ചിട്ടില്ല. പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ നൽകാമെന്ന് അറിയുന്നതിനാലാണ് ആരും പരാതിയുമായി എത്താത്തതെന്നും വിവരമുണ്ട്. വിവിധ പദ്ധതികളുടെ പേരിൽ സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ഇടുക്കി സ്വദേശി അനന്തകൃഷ്ണൻ സംസ്ഥാന വ്യാപകമായി 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിലയിരുത്തൽ. പകുതി വിലയ്ക്ക് വാഹനങ്ങളും വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും വാഗ്ദാനം ചെയ്ത് വയനാട്ടിലും കോടികളുടെ പിരിവാണ് നടന്നത്. കേരളത്തിലെ പഞ്ചായത്തുകൾ തോറും സൊസൈറ്റികൾ രൂപീകരിച്ച് അക്ഷയ കേന്ദ്രങ്ങളെ കൂടി മറയാക്കിയാണ് പലയിടത്തും തട്ടിപ്പരങ്ങേറിയത്. വനിതകൾക്ക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, ഓണക്കിറ്റ്, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവയാണ് പാതി വിലയ്ക്ക് ലഭിക്കുമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു കോടികളുടെ കൊള്ള. അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡി സൊസൈറ്റിയാണ് ശാഖകൾ രജിസ്റ്റർ ചെയ്ത് പണം പിരിച്ചത്. പല NGOകളെയും തട്ടിപ്പിന്റെ ഭാഗമാക്കി. സൊസൈറ്റിയിൽ ആയുഷ്കാലം അംഗത്വം എടുക്കാനും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വെബ്സൈറ്റ് നോക്കി തിരഞ്ഞെടുക്കാനും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാനായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള നിർദ്ദേശം. തട്ടിപ്പിന് സീഡ് എന്ന പേരിൽ സൊസൈറ്റികൾ രൂപീകരിക്കുകയാണ് ചെയ്തത്. പഞ്ചായത്തുകൾ തോറും വാർഡ് അടിസ്ഥാനത്തിൽ പ്രൊമോട്ടർമാരെ നിയമിച്ചു. അവർ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയാണ് പണം വാങ്ങിയെടുത്തത്. വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ CSR ഫണ്ട് ലഭ്യമായിട്ടുണ്ടെന്നും അതുവഴിയാണ് വാഹനങ്ങളും മറ്റ് സാധന സാമഗ്രികളും പാതി വിലയ്ക്ക് നൽകുമെന്നതായിരുന്നു പ്രചാരണം. സാമ്പത്തിക മാനദണ്ഡമില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്കൊഴികെ സീഡ് സൊസൈറ്റിയിൽ അംഗമായാൽ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ഡ്രൈവിംഗ് ലൈസൻസോ ലേണേഴ്സ് ലൈസൻസോ ഉള്ള ആർക്കും പദ്ധതിയിൽ അംഗമാകാമെന്നായിരുന്നു പരസ്യം. 600 രൂപ ഗുണഭോക്തൃ വിഹിതവും 320 രൂപ അംഗത്വ ഫീസും 5,900 രൂപ ഫെസിലിറ്റേഷൻ ചാർജും ഇതിനായി ഈടാക്കി. ധാരണാപത്രം ലഭിക്കുന്ന മുറയ്ക്ക് 180 ദിവസത്തിനു ശേഷം മുൻഗണനാക്രമത്തിൽ വണ്ടിയുടെ വിതരണം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. സ്കൂട്ടറിന് പകുതി വിലയായ 60,000 രൂപ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ഗുണഭോക്താക്കൾ നേരിട്ട് അയക്കുകയായിരുന്നു. വയനാട്ടിലും തട്ടിപ്പ് നടന്നു. കഴിഞ്ഞ നവംബർ 6-ന് പനമരം സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി YMCA ഹാളിൽ വുമൺ ഓൺ വീൽസ് പ്രൊജക്ടിന്റെ രേഖാ പരിശോധന ക്യാമ്പ് നടത്തിയിരുന്നു. 250-ലേറെ പേർ തങ്ങളുടെ രേഖകൾ ഹാജരാക്കി. അതിനുശേഷമാണ് ഭൂരിഭാഗം പേരും പണം കൈമാറിയത്. 200 രൂപയുടെ മുദ്രപത്രത്തിൽ നോട്ടറിയുടെ സാക്ഷ്യപത്രവും സംഘടന വാങ്ങിയിരുന്നു. ജില്ലയിൽ 1000-ലധികം പേർ തട്ടിപ്പിൽ കുടുങ്ങിയതായിട്ടാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും രാഷ്ട്രീയ നേതാക്കളുമായുള്ള അടുപ്പം പ്രദർശിപ്പിച്ചുമാണ് സ്ത്രീകളെ അടക്കം ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുമായും ഇയാൾക്ക് ബന്ധമുണ്ട്. ജനോപകാരപ്രദമായ പരിപാടിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് രാഷ്ട്രീയ നേതാക്കളെ പരിപാടികളുടെ ഉദ്ഘാടകരാക്കിയത്. രാഷ്ട്രീയ നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്.